ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഒരു മോർണിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. രാവിലെ വർക്കിന് പോകുന്നതിന് മുന്നേ അടുക്കളയത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ രാവിലെ ചോറ് വയ്ക്കുന്നുണ്ട്, പിന്നെ മഷ്റൂം കറിയാണെന്ന് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ കടികളായിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. ചിലപ്പോൾ ഓവർനൈറ്റ് ഓട്സ് ആയിരിക്കും. ഓവർനൈറ്റ് ഉണ്ടാക്കാൻ മറന്നതുകൊണ്ട് രാവിലെ എണീറ്റ് അപ്പം തന്നെ ഞാൻ ആദ്യം ഇതാണ് ചെയ്ത് വെച്ചാൽ അപ്പോൾ ഓട്സൊക്കെ ഒന്ന് ആ പാല് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അതാണ് ചെയ്തത്. പിന്നെ അടുപ്പ് കത്തിച്ചു. അടുപ്പ് കത്തിക്കാൻ ചോറൊക്കെ വെക്കുന്ന ദിവസം അടുപ്പ് കത്തിക്കും എല്ലാ ചായക്കടി അന്ന് ചോറ് വയ്ക്കുക, എല്ലാ ദിവസവും ചോറ് വയ്ക്കില്ല. അപ്പം ചില ദിവസങ്ങൾ ചായക്കടി കഴിക്കാനാണ് തോന്നുക, ചോറ് തിന്നാൻ തോന്നുന്നുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ അടുപ്പ് കത്തിക്കില്ല. അല്ലാത്ത ചോറ് വയ്ക്കുന്ന ദിവസങ്ങളിലൊക്കെ അടുപ്പ് കത്തിക്കും. അടുപ്പാണോ ഒന്നും കൂടി കത്തി കിട്ടിയാൽ അടുപ്പാണോ ഒന്നും കൂടി ഫാസ്റ്റ് മറ്റേനേക്കാളൊക്കെ ഗ്യാസിനേക്കാളും കറണ്ട് അടുപ്പിനേക്കാളൊക്കെ വേഗത വരുന്നത്. നമുക്ക് വേഗത്തിൽ പണി തീരും. പക്ഷെ കത്തി കിട്ടാനും കത്തിക്കാനുള്ള മടിയൊക്കെ ഇല്ലേ, അങ്ങനെയാണ് വേഗം ഗ്യാസിലേക്കും കറണ്ടടുപ്പിലേക്കൊക്കെ പോകുന്നത് പിന്നെ കർക്കിടക മാസത്തിലെ ഒരു വീഡിയോ ആണ് ഇത് കർക്കിടക മാസത്തിലെ ഒരു മോർണിംഗ് ആണ്. അപ്പം ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പം ഞാൻ നാമം എഴുതാൻ വേണ്ടിയിരുന്നു വിളക്കൊക്കെ കത്തിച്ചു. വിളക്കൊക്കെ ഞാൻ വിളക്കൊക്കെ എടുത്ത് വെച്ചിട്ട് നാമം ചെയ്തു. ഗുരുവായൂരിലേക്ക് ഞാൻ നാമം എഴുതുന്നുണ്ട്. കൃഷ്ണൻ്റെ നാമം എഴുതി ഒരു പുസ്തകത്തിലാണ് എഴുതുന്നത്. പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് നാമം എഴുതാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാനത് ഇരിക്കും. അങ്ങനെ മോൾക്ക് പിന്നെ മാഗി വേണമെന്ന് പറഞ്ഞു. വെച്ചാൽ മാഗി ആക്കാം. അങ്ങനെ മാഗി ഉണ്ടാക്കി. അതുപോലെ തന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പച്ചരി കഴുകി ഉണക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരുപാടൊന്നുമില്ല, കുറച്ച് പച്ചരി ഞാൻ കഴുകി ഉണക്കി പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്, പൊടിപ്പിക്കാനല്ല പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. മിക്സിയിലിട്ടിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരുപാട് എടുക്കുന്നില്ല. ഒരുപാടിട്ടിട്ട് വേണം മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ചിലപ്പം മിക്സി കംപ്ലൈൻ്റ് ആവും. അപ്പോൾ പിന്നെ ഞാൻ ഒരുപാട് എടുക്കുന്നില്ല, കുറച്ചെടുത്തിട്ട് നന്നായിട്ട് അത് കഴുകുകയാണേ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വിരിച്ചിടും. വെയിലത്തേക്ക് ഞാൻ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ആദ്യം ഫാനിൻ്റെ അടിയിൽ ഇങ്ങനെ വിരിച്ചിടുകയാണ് ചെയ്തത്. ഫാനിൻ്റെ അടിയിൽ വിരിച്ചിട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ചെറിയ വെയിൽ, കാരണം പച്ചരി വെയിൽ ചുവയ്ക്കാമെന്ന് പറയുന്നത്. നല്ല വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ വെയിൽ ചുവയ്ക്കുമെന്ന് പറയും. അങ്ങനെ അധികം വെയിലേക്ക് കൊള്ളിക്കാതെ കുറച്ച് വെയിൽ കൊണ്ടിട്ട് വേഗം കൊണ്ടെടുത്ത് ആ വെള്ളം ഒന്നും ഇങ്ങനെ പറ്റി ഭയങ്കരമായിട്ട് അത് ഡ്രൈ ആവണമെന്നില്ല പച്ചരി. ചെറുതായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് അങ്ങനെ പോയി കിട്ടിയാൽ മതി. ചില പൊടി പൂപ്പലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ചില പൊടി പൂപ്പലാവും. അപ്പോൾ അതൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ വെള്ളത്തിൻ്റെ അതൊന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊന്ന് വെയിലത്തും അതേമാതിരി ഫാനിൻ്റെ അടിയിലൊക്കെ ഒന്ന് ഞാൻ ഇട്ടുന്നുള്ളൂ പിന്നെ നമ്മൾ പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വറുത്തെടുക്കുമ്പോൾ അത് പോകും വറുത്തെടുക്കുന്നുണ്ടായിരുന്നു ഞാൻ. എല്ലാം ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല രാവിലെ ചില സമയത്ത് തിരക്കൊക്കെ ആകുമ്പോൾ ചില ക്ലിപ്സൊക്കെ ഒന്നും എടുക്കാൻ ടൈം കിട്ടത്തില്ല. അപ്പം ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്നും തിരക്കാണ്. രാവിലെ വർക്കിന് പോകണം, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, മോളെ പഠിക്കൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി, പിന്നെ കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഡെയിലി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടാറില്ല അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.